ഹായ് മക്കളെ, വെൽക്കം ടു RKNX. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് +1 ഫിസിക്സിലുള്ള ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ആ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ ഒരു ടോപ്പിക് ഉണ്ട്, റോളിംഗ് മോഷൻ. റോളിംഗ് മോഷനിലുള്ള കൈനറ്റിക് എനർജിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ഉരുണ്ടു പോകുന്ന കേസാണ്. സാധാരണ നീങ്ങി പോകുന്നതിന് നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയാ, കിടന്ന് കറങ്ങുന്നതിനെ റൊട്ടേഷൻ എന്നാണ് പറയാ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന കമ്പൈൻഡ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷനെയാണ് നമ്മൾ റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി പറയുമ്പോൾ ട്രാൻസ്ലേഷണൽ മോഷനിലുള്ള കൈനറ്റിക് എനർജി പറയണം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡി ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? നീങ്ങിപ്പോവും ഇങ്ങോട്ടേക്ക്, ഈ ഡയറക്ഷനിൽ നീങ്ങിപ്പോവും, വെലോസിറ്റി വീല്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ബോഡിയുടെ മാസ് m ആണെങ്കിൽ ഈ ബോഡിയുടെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ½mv² ആണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആണിത്. ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന എക്സ്പ്രഷൻ ആണ് ½ mv². ഈ ½ mv² യൂസ് ചെയ്യല് ട്രാൻസ്ലേഷൻ ആണ്. ഇനി നമുക്ക് പറയേണ്ടത് എന്താണ്? കൈനറ്റിക് എനർജി റൊട്ടേഷൻ ആണ്. കൈനറ്റിക് എനർജി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ, റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡി ഇവിടെ ഇതിനൊരു ആക്സിസ് ഉണ്ട് എന്ന് വിചാരിച്ചോ, ഇതിന്റെ അബൌട്ട് ഈ ബോഡി കിടന്ന് കറങ്ങാണ് ഒമേഗയില്. ബോഡിക്ക് ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും, I. മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഒമേഗയും അറിയെങ്കിൽ, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ വെലോസിറ്റി. ഇത് രണ്ടും അറിയുമെങ്കിൽ ഈ ബോഡിയുടെ കൈനറ്റിക് എനർജി റൊട്ടേഷൻ എഴുതാൻ പറ്റും. കൈനറ്റിക് എനർജി റൊട്ടേഷൻ is equal to ½ I⍵². ½ I⍵². ഇതായിരിക്കും അതിന്റെ കൈനറ്റിക് എനർജി റൊട്ടേഷൻ. ഇനി നമുക്ക് പറയേണ്ടത് റോളിംഗ് മോഷനെ കുറിച്ചിട്ടാണ്. എന്താണ് റോളിംഗ് മോഷൻ? ഞാൻ പറഞ്ഞു, റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി എന്ത് ചെയ്യാണ്? ഇങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ അത് ഇങ്ങോട്ടേക്ക് കറങ്ങുന്നുണ്ട്. ഇതിന് വെലോസിറ്റി ഉണ്ട്, ഒമേഗയും ഉണ്ട്. റെഡി അല്ലേ? ഇങ്ങനെയുള്ളൊരു കേസാണ്. ഇതിനാണ് നമ്മൾ റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കാറിന്റെ ടയറൊക്കെ പോകുന്നത് റോളിംഗ് മോഷനിലാണ്. ഇവിടെയുള്ള കൈനറ്റിക് എനർജിയാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെയുള്ള കൈനറ്റിക് എനർജിയെ കുറിച്ച് പറയുമ്പോൾ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കൈനറ്റിക് എനർജി കൂടിയതാണ്. കാരണം ഈ ബോഡിക്ക് ട്രാൻസ്ലേഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് കൈനറ്റിക് എനർജിയും കൂടെ കൂടിയതായിരിക്കും ഈ ബോഡിയുടെ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ. കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എങ്ങനെ കിട്ടും? ½ mv² ആണ് അതിന്റെ എക്സ്പ്രഷൻ. പ്ലസ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ എങ്ങനെ കിട്ടും? ½ I⍵². ഇത് രണ്ടും ചെയ്താൽ മതി. ഇനി ഇതിനെ തന്നെ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കി എടുക്കാൻ പറ്റും. എങ്ങനെ നോക്കിക്കോ. ½ mv² പ്ലസ് ½ ഇൻറ്റു, എടാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് m × k² എന്ന് എഴുതാം. എന്താണ് k? k എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. k എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ അതിവിടെ കൊടുക്കുക. പിന്നെ ഉള്ളത് ഒമേഗയാണ്. എടാ ഒമേഗക്ക് ഒരു എക്സ്പ്രഷൻ എന്താ കൊടുക്കുക? v = r⍵ ആണ്. അല്ലെങ്കിൽ ഒമേഗ = v/r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അവിടെ എന്ത് വരും? ഒമേഗക്ക് പകരം v/r കൊടുത്താൽ v²/r² എന്ന് വരും. ഇപ്പൊ രണ്ട് ടേമിലും ½ mv² ഉണ്ടല്ലോ. അപ്പൊ ½ mv² × 1 + k²/r² എന്ന് വരും. ഇതാണ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. ഒരു ബോഡി റോളിംഗ് മോഷനിലാണെങ്കിൽ ആ ബോഡിയുടെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണിത്. അതിനകത്തൊരു k²/r² കാണുന്നുണ്ടോ നിങ്ങൾ? ഈ k²/r² വാല്യൂ ഉണ്ടല്ലോ, അത് ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് നിൽക്കും. അതായത് ബോഡി 4 ടൈപ്പ് ബോഡികളാണ് കൂടുതലായിട്ട് കാണുക. ഒന്ന് ഷേപ്പ്, അതിന്റെ k²/r² വാല്യൂ. ഇതൊരു ടേബിൾ പോലെ എഴുതി വെക്കാം നമുക്ക്. ശ്രദ്ധിച്ചോ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് റിംഗ് ആണ്. 4 ഷേപ്പുകളാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ഒന്ന് ഏതാണെന്നറിയോ? ഒന്ന് റിങ്ങിന്റെ അതേ വാല്യൂ വരുന്ന ഒരു ബോഡിയും കൂടെ ഉണ്ട്. അത് ഹോളോ സിലിണ്ടർ ആണ്. ഞാൻ ഇവിടെ HC എന്ന് എഴുതിട്ടോ, ഹോളോ സിലിണ്ടർ. പിന്നെ ഡിസ്ക് ആണുള്ളത്. ഡിസ്കിന്റെ അതേ വാല്യൂ വരുന്ന ബോഡിയാണ് സോളിഡ് സിലിണ്ടർ. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഹോളോസ്ഫിയർ ആണ്. ഞാൻ HS എന്ന് എഴുതി, ഹോളോസ്ഫിയർ. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് സോളിഡ് സ്ഫിയർ. ഇങ്ങനത്തെ 4 ഷേപ്പുകളാണ് സാധാരണ ഉണ്ടാവാറുള്ളത് റോളിംഗ് മോഷനിൽ. അപ്പോ റിങ്ങിന്റെ കേസിൽ k²/r² 1 ആയിരിക്കും. ഡിസ്കിന്റെ കേസിൽ ആ വാല്യൂ 1/2 ആയിരിക്കും.
ഹോളോസ്ഫിയറിന്റെ കേസിൽ 2/3 ആയിരിക്കും, സോളിഡ് സ്ഫിയറിന്റെ കേസിൽ 2/5 ആയിരിക്കും. ഈ വാല്യൂസ് നമുക്ക് അറിയണം, നിർബന്ധമാണ്. ഇത് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂസ് ഓർക്കുമെങ്കിൽ അതിനോട് കണക്ട് ചെയ്ത് ഓർത്തു വെക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു നോക്കിയാൽ, കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷനിൽ കൈനറ്റിക് എനർജി ½ mv², റൊട്ടേഷനിൽ കൈനറ്റിക് എനർജി ½ i⍵². ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനൂടെ ക്ലബ് ചെയ്യുന്നതാണ് എന്ത്, റോളിംഗ് മോഷൻ. ഈ റോളിംഗ് മോഷനിൽ ഒരു എക്സ്പ്രഷൻ നമ്മളുടെ ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ½ mv² × 1 + k²/r². ആ k²/r²ന്റെ വാല്യൂസ് ആണിത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. നമുക്ക് കീം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്യാം. കുറെ തവണ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. The moment of inertia and rotational kinetic energy of a rigid body about an axis are respectively 4 kg/m² and 50 joule. Okay, അങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി ബോഡി ഇൻ റേഡിയൻ പെർ സെക്കൻഡ് ഈസ്. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നു, അതിന്റെ വാല്യൂ എത്രയാ, 4 kg/m². പിന്നെന്താ തന്നിട്ടുള്ളത്? ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി റൊട്ടേഷൻ തന്നിട്ടുണ്ട്, എത്രയാണ്, 50 ജൂള്. ഇങ്ങനെയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എത്രയാണെന്നാ. ഓക്കെ, നോക്ക്, കൈനറ്റിക് എനർജി റൊട്ടേഷൻ നമ്മൾ പഠിച്ച എക്സ്പ്രഷൻ എന്താ, കൈനറ്റിക് എനർജി റൊട്ടേഷൻ = ½ i⍵². അപ്പൊ ഇതിൽ നിന്ന് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്തൂടെ. കൈനറ്റിക് എനർജി റൊട്ടേഷൻ 50, ½ × അതിന്റെ വാല്യൂ 4 × ω². 2ഉം 4 കട്ട് ചെയ്ത ഇവിടെ 2, 2ഉം 50 കട്ട് ചെയ്ത ഇവിടെ 25. അപ്പൊ ω²ന്റെ വാല്യൂ 25 ആണ്. അപ്പൊ ഒമേഗയുടെ വാല്യൂ എത്രയാ, 5 radian/second. റെഡി അല്ലേ? ഓപ്ഷൻസിൽ നോക്കുക, ഓപ്ഷൻ ഡി ആണ് ആൻസർ. കീം എക്സാമിന് ഒരു തവണ ചോദിച്ച ക്വസ്റ്റൻ, അത് എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റൻ നോക്കിക്കോ. ക്വസ്റ്റൻ എന്താ ഉള്ളത്? ദി കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m1 moving with a speed v is same as the kinetic energy of a solid sphere of mass m2 rolling on the plane surface. നോക്കിയോ ഒന്നുകൂടെ, കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m1 മൂവിംഗ് വിത്ത് എ സ്പീഡ് v എന്നാ. അപ്പൊ അത് ട്രാൻസ്ലേഷനാ, അത് റോളിംഗ് അല്ല. ഓക്കെ, m1 എന്ന് പറയുന്നത് പോകുന്നുണ്ട്, പിന്നെ ഒരു സോളിഡ് സ്ഫിയർ റോൾ ചെയ്യുന്നു, അതിന്റെ മാസ് m2 ആണ്. ഈ രണ്ടാക്കും എന്താണ്, കൈനറ്റിക് എനർജി സെയിം ആണെന്നാ പറഞ്ഞത്. റെഡി അല്ലേ? സെയിം ആസ് ദി കൈനറ്റിക് എനർജി ഓഫ് എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m2 റോളിംഗ് ഓൺ ദി പ്ലെയിൻ സർഫസ്. ഇഫ് ദി സ്പീഡ് ഓഫ് ദി സെന്റർ ഓഫ് ദി സ്ഫിയർ ഈസ് ഓൾസോ v, അങ്ങനെയാണെങ്കിൽ m1/m2 എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് ബോഡിയുടെയും കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. ആദ്യത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജിയും രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജി നമുക്ക് ½ mv² എന്ന് എഴുതാം. രണ്ടാമത്തെ ബോഡിയുടെ കൈനറ്റിക് എനർജിയോ ½ mv² × 1 + k²/r² എന്ന് എഴുതണം. കാരണം രണ്ടാമത്തെ ബോഡി റോളിംഗ് മോഷനിലാണ്. അപ്പൊ ഇവിടെ ½ കട്ടായി, v² കട്ടായി, v സെയിം ആന്ന് പറയുന്നുണ്ടാവുണ്ട്. അപ്പൊ ബാക്കി m1 = m2 × 1 + എടാ ഇവിടെ പറഞ്ഞത് സോളിഡ് സ്ഫിയർ അല്ലേ? സോളിഡ് സ്ഫിയറിന്റെ കേസിൽ എന്താണ് k²/r² നോക്ക്, 2/5 ആണ്. അപ്പൊ 1 + 2/5 എന്ന് വരും. അപ്പൊ m1/m2 = 1 + 2/5 എത്രയാ, 7/5. റെഡി? ഓപ്ഷൻസിൽ നോക്ക്, 7/5. ഓപ്ഷൻ ഡി ഉണ്ട്, 7/5 ആണ് ആൻസർ. റെഡി അല്ലേ? അടുത്ത നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ സോളിഡ് മെറ്റൽ റിംഗ് ആൻഡ് എ ഡിസ്ക് ഓഫ് സെയിം റേഡിയസ് ആൻഡ് മാസ് ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് their diameters with the same angular frequency. The ratio of their respective rotational kinetic energy values is. ഒരു റിംഗ് ഉണ്ട്, ഒരു ഡിസ്ക് ഉണ്ട്. ഇത് റിംഗ് ആണെന്ന് വിചാരിക്കുക, ഇത് ഡിസ്കും ആണ്. ഓക്കെ, ഇത് റിംഗ്, ഇത് ഡിസ്ക്. രണ്ടാളുടെ മാസും റേഡിയസും സെയിം ആണ്. സെയിം റേഡിയസ് ആൻഡ് മാസ് ആണ്. രണ്ടാൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയമീറ്ററിന്റെ അബൌട്ട് ആണ്. ഇതാണ് ഒരാളുടെ ആക്സിസ്, ഇതാണ് അടുത്ത ആളുടെ ആക്സിസ്. ഇങ്ങനെ ഡയമീറ്ററിന്റെ അബൌട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് റിംഗിന്റെ കേസിൽ mr²/2 ആണ്. ഇത് ഡിസ്കിന്റെ കേസിൽ എത്തുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ = mr²/4 ആവും. ഇത് റിംഗിന്റേതും ഇത് ഡിസ്കിന്റേതും. ഇനി എന്താ ചോദിച്ചത്?
ദി റേഷ്യോ വിത്ത് സെയിം ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരുടെയും ഒമേഗ സെയിം ആണ്. ഇനി എന്താ ചോദിച്ചത്? ദി റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാ ചോദിച്ചത്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ. അപ്പൊ കൈനറ്റിക് എനർജി 1 കൈനറ്റിക് എനർജി 2. ആദ്യം റിങ്ങിനെ പറ്റിയല്ലേ പറയണത്. അപ്പൊ റിങ്ങിന്റെ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിസ്കിന്റെ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ശ്രദ്ധിക്കേണ്ടത് ഐ മാറ്റുണ്ട്, എന്നാൽ ഒമേഗ രണ്ടാക്കും സെയിം ആണ്. അപ്പൊ അത് കട്ടായി പോകും. അപ്പൊ I1 എത്രയാ വരിക? I1 mr²/2. I2 എത്രയാ വരിക? mr²/4. അപ്പൊ ആൻസർ എത്ര വരും? 4/2 അല്ലെങ്കിൽ 2/1. 2:1 ആണ് ആൻസർ. ഓപ്ഷൻ സി. റെഡി അല്ലേ? അടുത്ത നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ ബോഡി റോൾസ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന്റെ മുകളിൽ ഒരു ബോഡി എന്ത് ചെയ്യാണ്? റോൾ ചെയ്ത് താഴോട്ട് വരികയാണ്. If its kinetic energy of rotation is 40% of its kinetic energy of translational motion. അങ്ങനെയാണെങ്കിൽ ദി ബോഡി ഏതാണെന്നാ ക്വസ്റ്റ്യൻ. ഹോളോ സിലിണ്ടർ ആണോ, സോളിഡ് ഡിസ്ക് ആണോ, റിംഗ് ആണോ, ഹോളോ സ്ഫിയർ ആണോ, സോളിഡ് സ്ഫിയർ ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പറയുന്ന കേസ് ഇങ്ങനെയാണ്. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 40% ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, കൈനറ്റിക് എനർജി റൊട്ടേഷൻ എങ്ങനെ കിട്ടും? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഈ 40/100 എന്ന് പറഞ്ഞാൽ 2/5 അല്ലേ, ഇൻറ്റു കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷനോ ഹാഫ് mv². അപ്പൊ ഹാഫ് കട്ടായി പോകും. ബാക്കി ഐ ഇൻറ്റു ഒമേഗ വരുന്ന സ്ഥലത്ത് നമുക്ക് v/r കൊടുത്താൽ ഇങ്ങനെ എഴുതി കൂടെ 2/5 m × v². അപ്പൊ v² കട്ടായ ഐ ഈക്വൽ ടു എന്ത് വന്നു? മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 mr² എന്നാ വരുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 mr² വരുന്ന ഷേപ്പ് ഏതാ? സോളിഡ് സ്ഫിയർ. അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ ഇ ആയിരിക്കും, സോളിഡ് സ്ഫിയർ. റെഡി അല്ലേ? അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ദി ടോട്ടൽ എനർജി ഓഫ് എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് 300 gram. സോളിഡ് സ്ഫിയർ ആണ്, മാസ് എത്രയാണ്? 300 gram. Which rolls without slipping with a constant velocity of 5 m/s along a straight line is. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലെ ഡാറ്റകളൊക്കെ തന്നിട്ട് നമ്മൾ എന്താ കണ്ടിട്ട് ടോട്ടൽ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കൈനറ്റിക് എനർജി ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എങ്ങനെ ഉണ്ടാവുക? 2 കൈനറ്റിക് എനർജി ആഡ് ചെയ്യണം. അതിന് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഹാഫ് mv² ഇൻറ്റു 1 + k²/r². ഇതാണ് എക്സ്പ്രഷൻ. തന്ന ഡാറ്റ നോക്ക് നിങ്ങൾ. സോളിഡ് സ്ഫിയർ ആണ്, ക്വസ്റ്റ്യനിൽ തന്നതൊരു സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയർ ആയതുകൊണ്ട് തന്നെ k²/r² വാല്യൂ എത്ര എടുക്കണം? 2/5 എടുക്കണം. പിന്നെന്താ തന്ന? മാസ് തന്നിട്ടുണ്ട്. മാസ് എത്രയാ? 300 gram. അപ്പൊ 0.3 kg. പിന്നെ വെലോസിറ്റി തന്നു. വെലോസിറ്റി എത്രയാ? 5 m/s. ഇതൊക്കെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. ആ വാല്യൂ കൊടുത്തു നോക്കാം. ഹാഫ് ഇൻറ്റു മാസ് എത്രയാ? 0.3 ഇൻറ്റു v² എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 25 ഇൻറ്റു 1 + 2/5. നോക്ക്, 1/2 ഇൻറ്റു 0.3 ഇൻറ്റു 25 ഇൻറ്റു 7/5. ഇങ്ങനെയല്ലേ വരിക? റെഡി? മുകളിൽ എന്തൊക്കെയുള്ളത്? 0.3 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ 7.5 അല്ലേ? 3 × 7.5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ താഴെ 10 വരും. അപ്പൊ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 7 × 5 35, 7 × 7 49 + 2 52. 52.5 ഡിവൈഡ് ബൈ 10. അപ്പൊ ആൻസർ 5.25 ജൂൾ ഉണ്ടോ നോക്ക്. ഓപ്ഷൻസ് യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ, 5.25 ജൂൾ. റെഡി അല്ലേ? യെസ്, കുറെ ക്വസ്റ്റ്യൻ ചെയ്തു നമ്മൾ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഒക്കെ കീം എക്സാമിന് ചോദിച്ചാൽ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും ഈ ടോപ്പിക് കേട്ടോ, മറന്നു പോണ്ട. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്ക്, എ റിംഗ് സ്റ്റാർട്ട്സ് ടു റോൾ ഡൗൺ ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ഹൈറ്റ് h വിത്തൗട്ട് സ്ലിപ്പിംഗ്. ദി വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് റീച്ച് ദി ഗ്രൗണ്ട് ഈസ്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ഇൻക്ലൈൻഡ് പ്ലെയിന്റെ മുകളിൽ നിന്ന് ഒരു റിംഗ് എന്ത് ചെയ്യാണ്? ഉരുണ്ട് വരികയാണ് താഴോട്ട്. ഓക്കെ, എന്തുണ്ട്? ഒരു റിംഗ് ഉണ്ട്. റിംഗ് താഴോട്ട് റോൾ ചെയ്ത് വരികയാണ്. ഓക്കെ, താഴെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ഹൈറ്റ് എത്രയാണ്? h. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എനർജി കൺസർവേഷൻ യൂസ് ചെയ്യും. എനർജി കൺസർവേഷൻ യൂസ് ചെയ്യുമ്പോൾ മുകളിൽ എന്ത് എനർജിയാണ് ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി.
താഴെ എത്തുമ്പോൾ എന്ത് എനർജിയാണ് ഉള്ളത്? കൈനറ്റിക് എനർജി. അപ്പോ സ്റ്റാർട്ടിങ്ങിലുള്ള പൊട്ടൻഷ്യൽ എനർജി അവസാനമുള്ള കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. യു എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, കെ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി. ഇനീഷ്യലി പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mgh. ഫൈനലി കൈനറ്റിക് എനർജി, സാധാരണ നമ്മൾ കൈനറ്റിക് എനർജി ½ ആയതുണ്ട്, പക്ഷെ ഇവിടെ റോളിംഗ് മോഷൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് 1 + k²/r² കൂടെ വേണം. റോളിംഗ് മോഷൻ ആയതുകൊണ്ട്, റോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, അതുകൊണ്ട്. അപ്പോ m കട്ടായി. റെഡി? ഇനി എന്തൊക്കെയാ വരാനുള്ളത്? 2gh ആവൂലേ? ഹാഫ് ഇങ്ങോട്ടേക്ക് പോന്നാൽ v² ഇവിടെ എന്താ വരിക? 1 + റിംഗ് അല്ലേ, റിംഗിന്റെ k²/r² 1 ആണ്. അപ്പൊ ഈ 1 + 1 2 കട്ടായി പോട്ടോ. അപ്പൊ v² = gh അല്ലെങ്കിൽ v √gh. ഇതായിരിക്കും ആൻസർ. v √gh. ഓപ്ഷൻ ഇ ആണ് ആൻസർ കിട്ടുക. റെഡി?